ഓം ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണുഃ ഗുരുർദേവോ മഹേശ്വരഃ ഗുരു സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ. ഓം ശ്രീ ശാരദാംബികായൈ നമഃ. ശ്രീ ഗുരുവും ശ്രീ ശാരദയും എന്ന ഈ കൂട്ടായ്മയിലെ ബഹുമാന്യനായ അഡ്മിൻ ശ്രീ അനിൽജി, ഗ്രൂപ്പിൻ്റെ ആചാര്യനായ ശ്രീമാൻ മനോജ് ശാസ്ത്രിജി, ആചാര്യയായ സുലേഖ ഷാജി മാംജി, അഡ്മിൻ പാനൽ അംഗങ്ങളെ, കൂട്ടായ്മയിലെ എല്ലാ ആത്മമിത്രങ്ങൾക്കും കുഞ്ഞുമക്കൾക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ശ്രീ ഗുരുവും ശ്രീ ശാരദയും മേടമാസത്തിലെ തിരുചതയ ദിനത്തിൽ സമാരംഭിച്ച 100 ദിന പൂജാ സമർപ്പണം ശിവകുടുംബകം വിനായക അഷ്ടകത്തിൽ തുടങ്ങി സുബ്രഹ്മണ്യ സ്തുതികളെ കോർത്തിണക്കി ദേവീസ്തുതികളിലൂടെയും ശിവസ്തുതികളിലൂടെ കടന്ന് കോലതീരെ സസ്തവത്തിൽ സമാപിക്കുന്നു. ഈ പൂജാ സമർപ്പണത്തിൽ പങ്കെടുക്കുവാൻ ഭഗവത് കാരുണ്യത്താൽ എനിക്ക് അവസരം ലഭിച്ചിരിക്കുകയാണ്. 45-ാം ദിവസത്തിൽ എത്തി നിൽക്കുന്ന ഇന്ന് മനനം ചെയ്യാനായി എനിക്ക് ലഭിച്ചത് ജനനി നവരത്ന മഞ്ജരി ശ്ലോകം 6-ാമത്തെ ജ്ഞാനവല്ലരിയാണ്. നിങ്ങളുടെ അനുവാദത്തോടുകൂടി ശ്ലോകത്തിലോട്ട് കടക്കുന്നു. ശ്ലോകത്തിൻ്റെ രചനയെക്കുറിച്ച് പറയുകയാണെങ്കിൽ, ശിവഗിരിയിലെ ശാരദാമഠത്തിന് തറക്കല്ലിടുന്ന സന്ദർഭത്തിൽ നാരായണഗുരു രചിച്ച സ്തോത്രകൃതിയാണ് ജനനി നവരത്ന മഞ്ജരി. ദാർശനിക ചിന്തയുടെ ഉദാത്തഭാവം നിറഞ്ഞു നിൽക്കുന്ന ഈ സ്തോത്രം ഗുരുവിൻ്റെ കൃതികളിൽ ഏറ്റവും ഉത്കൃഷ്ടമാണ്. ദർശനത്തെളിമ കൊണ്ടും അവതരണ ശൈലി കൊണ്ടും ഭാഷാ സൗകുമാര്യം കൊണ്ടും താളവും ലയവും ഒത്തിണങ്ങിയ പദപ്രയോഗങ്ങൾ കൊണ്ടും ശാരദ അറിവിൻ്റെ ദേവതയാണ്. ഇവിടെയാകട്ടെ അറിവ് വടിവാർന്നവളായി തന്നെ ശാരദയെ കാണുന്നു. അറിവാണല്ലോ ആത്മസ്വരൂപം. ആത്മസത്യം സ്വന്തം മായ കൊണ്ട് എല്ലാമായി വടിവാർന്നതാണ് പ്രപഞ്ചം. അതായത് സകലതിൻ്റെയും പ്രഭവസ്ഥാനം ആത്മാവാണ്, അറിവാണ്. അതുകൊണ്ട് ദേവിയെ ജനനിയായി കാണുന്നു. ഭാരതീയരുടെ ദേവീ സങ്കല്പത്തിൻ്റെ സംശുദ്ധഭാവം ഇതു തന്നെയാണ്. ഇതിലെ 9 ശ്ലോകങ്ങളും 9 രത്നങ്ങളാണ്. അവ മനോഹരമായി കോർത്തിണക്കി ഉണ്ടാക്കിയ അതിരമണീയമായൊരു പൂങ്കൊത്ത് മഞ്ജരി ആണ് ജനനി നവരത്ന മഞ്ജരി. മത്തേപം വൃത്തമാണ് ഇതിൻ്റെ രചനയ്ക്ക് തിരഞ്ഞെടുത്തിരിക്കുന്നതും. വൃത്തം താളാത്മകമാണെങ്കിലും ഈ വൃത്തത്തിലുള്ള കാവ്യരചന തഴക്കം വന്ന കാവ്യ മനസ്സുകൾക്ക് മാത്രം വഴങ്ങുന്ന ഒരഭ്യാസമാണ്. ഗുരുവിന് ഈ വൃത്തം വളരെ ഇഷ്ടമായിരുന്നു എന്നാണ് ഇതേ വൃത്തത്തിലുള്ള മറ്റു പല സ്തോത്രങ്ങളും തെളിയിക്കുന്നത്. ശ്ലോകം നോക്കാം. മീനായതും ഭവതി മാനായതും ജനനി നീനാഗവും നഗഹകം താനായതും ധരനദീനാരിയും നരനും ആനാക്കവും നരകവും നീ നാമരൂപമതിൽ നാനാവിധ പ്രകൃതി മാനായി നിന്നറിയും ഈ ഞാനായതും ഭവതി ഹേ നാഥരൂപിണി അഹോ നാടകം നിഖിലവും.
പദങ്ങളുടെ അർത്ഥം നോക്കാം. മീനായതും ഭവതി, മീനായി കാണപ്പെടുന്നതും അവിടുന്ന് തന്നെ. കേവലമായ അറിവായിരിക്കുന്ന നിന്റെ സ്ഥൂല സങ്കൽപ്പന രൂപം പൂണ്ടതാണ് ജലജീവിയായ മീൻ. മാനായതും ജനനി നീ, അമ്മേ, മാനിൻ്റെ രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നതും അമ്മ തന്നെയാണ്. വനജീവിയായിരിക്കുന്ന മാനായിരിക്കുന്നതും അമ്മേ നീ തന്നെയാണ്. നാഗവും നഗഹകം താനായതും, പാമ്പും പർവ്വതവും പക്ഷിയും ഒക്കെയായി കാണപ്പെടുന്നത് ജനനിയുടെ രൂപാന്തരങ്ങൾ തന്നെ. ധരനദീ നാരിയും നരനുമാ നാഗവും നീ. ഭൂമി, നദി, സ്ത്രീ, പുരുഷൻ, സ്വർഗം, നരകം എല്ലാം ദേവി തന്നെ. നാമരൂപമതിൽ നാനാവിധ പ്രകൃതി മാനായി നിന്നറിയുമീ ഞാനായതും ഭവതി. മാറി മാറി വരുന്ന അനേകം നാമരൂപങ്ങളുടെ സങ്കല്പങ്ങളിൽപ്പെട്ട് അവയ്ക്കനുസരണമായ നാനാതരത്തിലുള്ള സ്വഭാവങ്ങളുള്ളവനായി വർത്തിക്കുന്ന അഹങ്കാരമായി വിലസുന്നതും മായാശക്തി തന്നെ. ഹേ നാദരൂപിണി, ശബ്ദാത്മികേ, അനാഹത ധ്വനികളിൽ കൂടി അറിയപ്പെടുന്നവളെ, അല്ലെങ്കിൽ ആദികാരണ സത്തയിൽ നിന്നും ശബ്ദരൂപത്തിൽ ആദ്യം പൊന്തി വരുന്നവളെ. നാടകം നിഖിലവും, എല്ലാം ഒരു നാടകം മാത്രം. അഹോ ആശ്ചര്യം. സാരാംശം: മീനായും മാനായും പാമ്പായും പർവ്വതമായും പക്ഷിയായും ഒക്കെ രൂപം കൊണ്ടിരിക്കുന്നത് ബ്രഹ്മശക്തിയായ മായ തന്നെ. ഭൂമിയും നദിയും സ്ത്രീയും പുരുഷനും സ്വർഗവും നരകവും ഒക്കെ മായയുടെ ദർശനങ്ങൾ മാത്രം. ഇങ്ങനെ കാണപ്പെടുന്ന നിരവധി നാമരൂപങ്ങളിൽ ചുറ്റിത്തിരിഞ്ഞ് കാമക്രോധാദി എണ്ണമറ്റ വികാരങ്ങൾക്ക് വശപ്പെട്ട് എല്ലാറ്റിനെയും അറിഞ്ഞനുഭവിച്ചു കൊണ്ട് നിൽക്കുന്ന അഹങ്കാരവും ശക്തിയുടെ സൃഷ്ടി തന്നെ. അങ്ങനെയുള്ള അമ്മേ, ആദികാരണ സത്തയിൽ ശബ്ദരൂപത്തിൽ പൊന്തിയ നീയാണ് ഇതെല്ലാം കാട്ടിക്കൂട്ടുന്നവൾ. പ്രപഞ്ചം മുഴുവൻ നീ നടിക്കുന്ന ഒരു നാടകം മാത്രമാണ്. അപ്പോൾ നാടകം നിഖിലവും. ഈ പ്രപഞ്ചം ഒരു നാടകമാണ്. ഒരു നാടകവേദിയായി കണക്കാക്കിക്കൊണ്ട് ആ വേദിയിൽ കളിച്ചു മറിയുന്ന വേഷങ്ങളാണ് എല്ലാ ജഡദൃശ്യങ്ങളും എന്നറിയുക. പ്രകൃതി എന്നറിയപ്പെടുന്ന ബ്രഹ്മശക്തിയാണ് ഈ നാടകത്തിലെ സൂത്രധാരിണി. ആ ബ്രഹ്മശക്തി പ്രകൃതി എന്നറിയുന്നു. ഇവിടെ പ്രകൃതി പുരുഷൻ, മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ ശിവനും പാർവതിയും, ശക്തനും ശക്തിയും. ശക്തനിൽ നിന്ന് ശക്തി സ്പന്ദിച്ചുയർന്ന് വേദാന്തം പറയുകയാണെങ്കിൽ ശിവനെന്ന് പറയില്ല, അത് അധിഷ്ഠാനം എന്നേ പറയുകയുള്ളൂ. അധിഷ്ഠാനത്തിൽ നിന്നും ശബ്ദരൂപത്തിനാണ് ശക്തി സ്പന്ദിച്ചുയരുന്നത്. ആ ശക്തി, ആ മായാശക്തി, അത് മായയാണ്. അത് മായ വേറിട്ടതല്ല, അത് അധിഷ്ഠാനത്തിൽ തന്നെയുള്ളത്. നമ്മൾ ശിവനും പാർവതിയും അർദ്ധനാരീശ്വര സങ്കല്പത്തിൽ ചിന്തിച്ചു നോക്കിയാൽ മാത്രം മതി. ശക്തനും ശക്തിയും കൂടുമ്പോഴാണ് പ്രപഞ്ച സൃഷ്ടി നടക്കുകയുള്ളൂ. അതാണ് യഥാർത്ഥത്തിൽ അർദ്ധനാരീശ്വര സങ്കല്പം. ശിവൻ നിർവികാരനായിട്ട് നിൽക്കുന്നു, സാക്ഷിരൂപൻ മാത്രം. ദേവിയാണ് ഈ നാടകത്തിലെ ഓരോ നടന്മാരെയും വേഷവിധാനങ്ങൾ അണിയിച്ച് പല രൂപത്തിലും പല നാമത്തിലും പല വിഷയങ്ങളൊക്കെയുമായി പലതായിട്ട് സകല ജീവജാലങ്ങളെയും കാണിക്കുന്നത്. ഇതിനെല്ലാം ഒരു ഏക സത്യം മാത്രമേയുള്ളൂ, അതാണ്
അധിഷ്ഠാനം. ശക്തി സ്പന്ദിച്ചുയരുന്നത് നാദത്തോടു കൂടിയാണ്. അതാണ് നാദരൂപിണി എന്ന് അമ്മയെ വിളിക്കാൻ കാരണം. മായാശക്തി സൂക്ഷ്മ സങ്കല്പങ്ങൾക്ക് രൂപം കൊടുക്കുന്നതോടെ ബുദ്ധി ആവിർഭവിക്കുന്നു. ബുദ്ധിയിൽ പ്രതിബിംബിക്കുന്ന ആത്മാംശമാണ് അഹങ്കാരം. അറിവ് തന്നെയാണ് അഹങ്കാരമായിട്ട് നമ്മൾ സൂക്ഷ്മഭാവമായിട്ട് മനസ്സ്, ബുദ്ധി, ചിത്ത്, അഹങ്കാരം വ്യവഹാരവേളയിൽ ഞാൻ ഞാൻ ഞാനുണ്ട് ഞാനുണ്ട് എന്നിങ്ങനെ സ്ഫുരിച്ച് നിൽക്കുന്നതാണല്ലോ അഹന്ത. ജഡദൃശ്യങ്ങളിൽ നിന്നും അകന്നു കഴിയുമ്പോൾ ആത്മസത്തയായി മാറും. അതുപോലെ ജഡാത്മകമായ ബുദ്ധിയുണ്ടെങ്കിലേ പ്രതിബിംബമായ അഹന്തയുള്ളൂ എന്നറിയണം. ബുദ്ധിയില്ലെന്ന് വന്നാൽ സാക്ഷാൽ ആത്മസ്വരൂപം അവശേഷിക്കും. പ്രകൃതി തന്നെയാണ് അഹങ്കാരത്തിന് രൂപം കൊടുക്കുന്നത്. പ്രകൃതി എന്ന് പറഞ്ഞാൽ അമ്മ. ആത്മപ്രതിബിംബമായ അഹങ്കാരത്തോടു കൂടിയ ബുദ്ധിയിൽ നിന്നും നിരവധി സങ്കല്പങ്ങൾ പൊന്തി മനസ്സ് രൂപം കൊള്ളുന്നു. സങ്കല്പാത്മകമായ മനസ്സ് ഇന്ദ്രിയങ്ങളിൽ കൂടി പുറത്തു വന്ന് പ്രപഞ്ചത്തെ അനുഭവിക്കുന്നു. അഹങ്കാരത്തിൻ്റെ ഈ അനുഭവ രഹസ്യമാണ് ഗുരുദേവൻ നാമരൂപമതിൽ നാനാവിധ പ്രകൃതി മാനായി നിന്നറിയുമീ ഞാനായതും ഭവതി എന്ന് വെളിപ്പെടുത്തിയിരിക്കുന്നത്. ഞാനെന്നിങ്ങനെ പ്രകടമായി കൊണ്ടിരിക്കുന്ന അഹന്ത പോലും ശബ്ദാത്മകമായി മാത്രമേ അറിയപ്പെടാൻ പറ്റൂ. ചുരുക്കത്തിൽ ആത്മാവിൽ ആദ്യം ശബ്ദരൂപത്തിൽ പൊന്തുന്ന ശക്തിയാണ് ഈ പ്രപഞ്ചം മുഴുവൻ പടുത്തുയർത്തുന്നത്. അധിഷ്ഠാനത്തിൽ നിന്ന് സ്പന്ദിച്ചുയരുന്ന ശക്തിയാണ് ഈ പ്രപഞ്ചത്തെ പടുത്ത് ഉയർത്തുന്നത്. ഗുരുദേവൻ ആത്മോപദേശ ശതകം എന്ന കൃതിയിൽ 52ാമത്തെ പദ്യത്തിൽ വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കി തരുന്നുണ്ട്. ധ്വനിമയമായി ഗഗനം ജ്വലിക്കുമന്നാൾ അണയുമതിങ്കല ശേഷദൃശ്യജാലം പുനരവിടെ ത്രിപുടിക്കു പൂർത്തി നൽകും സ്വനവുമടങ്ങുമിടം സ്വയം പ്രകാശം. ധ്വനിമയമായി ഗഗനം ജ്വലിക്കുമന്നാൾ അണയും സൃഷ്ടിയിലും സാക്ഷാത്കാരത്തിലും ശക്തി നാദരൂപിണിയാണെന്ന് ഈ പദ്യം മനസ്സിലാക്കി തരികയാണ്. സൃഷ്ടിയുടെ തുടക്കത്തിൽ ശക്തി ശബ്ദമയമായ ആകാശമായി ജ്വലിച്ചുയരുന്നു. എല്ലാ പ്രപഞ്ച ദൃശ്യങ്ങളും ഈ ശബ്ദമയ ആകാശത്തിൽ നിന്നും പൊന്തുന്നു. അങ്ങനെ ജ്ഞാതൃജ്ഞാന ജ്ഞേയ രൂപത്തിൽ ത്രിപുടി വേർതിരിയുന്നു. അറിവ്, അറിയുന്നവൻ, അറിയപ്പെടുന്ന വസ്തു എന്ന രൂപത്തിൽ ത്രിപുടി വേർതിരിയുന്നു. ഇതാണ് സൃഷ്ടി രഹസ്യം. അവസാനം പറയുന്നു, ശബ്ദബീജികളും പൂർണ്ണമായി നിലയ്ക്കുന്ന ഇടമാണ്. ശബ്ദബീജികൾ സ്വനവും അടങ്ങുമിടം സ്വയം പ്രകാശം. ശബ്ദബീജികളും പൂർണ്ണമായി നിലയ്ക്കുന്ന ഇടമാണ് സ്വയം പ്രകാശിക്കുന്ന ആത്മസത്ത. വളരെ വ്യക്തമായി ഗുരു 52ാമത്തെ ആത്മോപദേശ ശതകം പദ്യത്തിൽ പറഞ്ഞു തരുകയാണ്. നാടകത്തിൽ രംഗത്തെയും വേഷവിധാനങ്ങളെയും നിർവികാരമായി പ്രകാശിപ്പിച്ചുകൊണ്ട് നിൽക്കുന്ന ദീപത്തിൻ്റെ സ്ഥാനമാണ് പ്രപഞ്ച നാടകത്തിൽ ആത്മാവിനുള്ളത്. അതുകൊണ്ടാണ് ആത്മാവിനെ സാക്ഷിരൂപൻ എന്ന് വേദാന്തത്തിൽ പറയുന്നത്. ഒരു സാധകനെ സംബന്ധിച്ച് ഇക്കാര്യം നല്ലവണ്ണം ഓർക്കുക. വളരെ വ്യക്തമായിട്ട് ശ്രീനാരായണ ഗുരുദേവൻ 6 പദ്യങ്ങളിലൂടെ പ്രപഞ്ച രഹസ്യങ്ങൾ, സൃഷ്ടി രഹസ്യം വെളിപ്പെടുത്തി തന്നുകൊണ്ട് നമുക്ക് 6ാം പദ്യം അവസാനിക്കുന്നു. ശ്ലോകം ഒന്നുകൂടി നോക്കാം. മീനായതും ഭവതി മാനായതും ജനനി നീനാഗവും നഗഹകം താനായതും ധരനദീ നാരിയും നരനും
ആ നാക്കവും നരകവും. നീ നാമരൂപം അതിൽ നാനാവിധ പ്രകൃതി മാനായി നിന്നറിയും ഈ ഞാനായതും ഭവതി. ഹേ നാദരൂപിണി അഹോ നാടകം നിഖിലവും. ഇത്രയും പറഞ്ഞുകൊണ്ട് ഇത്രയും നേരം ശ്രവിച്ചു കൊണ്ടിരുന്ന നിങ്ങളോട് നന്ദി പറഞ്ഞുകൊണ്ട് ഗുരുവിൻ്റെ പാതാരവിന്ദങ്ങളിൽ അർപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ. ഓം ശ്രീ ശാരദാംബികായൈ നമഃ.